ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളിക്കുട്ടി, ആരാത്? മോളിക്കുട്ടി, എനിക്ക് നല്ല പേടിയുണ്ട്. അനിയൻ സാറിന് വരെ നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. എന്നിട്ടല്ലേ നവീൻ? ആ കണ്ട ഓട്ടോക്കാരി പെണ്ണില്ലേ, അവളുടെ കൂട്ടുകാരിയാണല്ലോ ഈ വരുന്ന പെണ്ണ്. അതിനെന്താ? അവളുടെ സ്വഭാവം കണ്ട അറിഞ്ഞുകൂടെ? ഈ ടൈപ്പ് തന്നെ ആയിരിക്കും വരുന്ന കൂട്ടുകാരിയും. എനിക്ക് അവളില്ലേ, ഡാ മോളിക്കുട്ടിയോ, എനിക്ക് അവളുടെ സ്വഭാവം പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി വരുന്നത് അതിനേക്കാളും വലുതാണെങ്കിലോ മിക്കവാറും എന്റെ സ്വഭാവം മാറി ഇവിടെ തല്ലു നടക്കും. എടാ, പെണ്ണുങ്ങളുടെ അപമര്യാദയായിട്ട് പെരുമാറിയില്ലേ? ഇപ്പത്തെ നിയമം അറിയാലോ. താൻ അകത്ത് പോയി കിടക്കും, പിന്നെ അവിടെ പോയിട്ട് വീണ്ടും വിചാരം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യും സാറേ, നമുക്കേ ഈ പ്രോപ്പർട്ടി വേണ്ടാന്ന് വെച്ചാലോ? നാട്ടിൽ എന്താ വേറെ പ്രോപ്പർട്ടി കിട്ടാഞ്ഞിട്ടാണോ? ആഹാ, ഒരു പെൺകൊച്ചിനെ കണ്ട് പേടിക്കാനുള്ളതേ ഉള്ളോ തന്റെ ധൈര്യം? കഷ്ടമാടോ തന്റെ കാര്യം. അങ്ങനെ സാർ എന്നെ കളിയാക്കണ്ട. എനിക്കൊരു ചെയ്യാൻ പേടിയില്ല. ഈ മോളിക്കുട്ടിന്നല്ല, അവളെ പോലെ 100 പേര് വന്നാലും ഈ മാണിക്കുഞ്ഞ് കൈകാര്യം ചെയ്യും. കണ്ടോ? ഇന്ന് അവള് റോഡിൽ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതിന് പകരം വീട്ടിലില്ലെങ്കിലേ സാറേ മാണിക്കുഞ്ഞെന്ന പേര് മാറ്റി വിളിച്ചു. പേരൊന്നും ഞാൻ മാറ്റി വിളിക്കുന്നില്ല. താനിപ്പോ പോയി വണ്ടി എടുക്ക്. എടോ, ആ വണ്ടിയുടെ പുറകെ പോകാനായിട്ട് തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തിന്? അയാളൊരാണല്ലേ സാറേ. ആഹാ, അപ്പൊ പെണ്ണുങ്ങളോട് മാത്രമേ തനിക്ക് പ്രശ്നമുള്ളൂ? അയ്യോ, എല്ലാ പെണ്ണുങ്ങളോടും ഇല്ല സാറേ, ചില പെണ്ണുങ്ങളോട് മാത്രം. സാറ് വന്നേ, വാന്നേ, പോവാന്നേ. അമ്മയ്ക്കും മോനോ ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാലോ. ഇത്രയും സമയായി, വിളിക്കില്ല. വാശിയാ, വാശി കാണിച്ചേ. ഗാഥ ശ്രീനിവാസനെ തോൽപ്പിക്കാന്ന് ആരും കരുതണ്ട. അതിന് കളരിക്കൽ വീട്ടുകാരെ കൊണ്ട് പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള പിണക്കത്തിന് ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്തല്ലേ മതിയാവൂ. നവീൻ വിളിച്ചില്ലെങ്കിൽ ഗാഥാ മാഡത്തിന് അങ്ങോട്ട് വിളിച്ചൂടെ? ഈ ആണുങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഭാര്യമാര് ഇത്തിരി താഴ്ന്നു കൊടുക്കുന്നത് അവരെ ആസ്വദിക്കുകയും ചെയ്യും. സിനിച്ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല, വേർപിരിഞ്ഞ് താമസിച്ചിട്ടുമില്ലല്ലോ. പിന്നെ എവിടുന്ന ഇത്ര ആധികാരികമായിട്ട് ഇതൊക്കെ പറയുന്നേ? എല്ലാം അനുഭവിച്ചത് തന്നെ പറയണമെന്നില്ലല്ലോ. വിവാഹം കഴിഞ്ഞ ആളുകൾ പറയുന്നത് കേട്ടതാ ഞാൻ. പക്ഷെ ആ കൂട്ടത്തിലുള്ള ആളല്ല ഗാഥാ ശ്രീനിവാസ്. ഐ ഹാവ് ആൻ ഐഡന്റിറ്റി. അത് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കറിയാം. മോളെ, സിനി പറഞ്ഞതിലും കാര്യമുണ്ട്. നീ നവീനെ സ്നേഹിക്കുന്ന സമയത്ത് എപ്പോഴും അയാളെ വിളിക്കുമായിരുന്നല്ലോ. നവീന്റെ ശബ്ദം ഒന്ന് മാറിയാ പോലും വിളിച്ചു തിരക്കുമായിരുന്നല്ലോ. അതിന്റെ പേരില് ടെൻഷൻ അടിച്ച് നീ ഇരിക്കുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ ചെയ്താലോ? ദേ മമ്മി, ഒന്ന് താന്നു കൊടുക്കും മോളെ. നോ മമ്മി, ഞാനായിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോകുന്നില്ല. നവീൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ പറ്റൂ. എങ്കിൽ വാശി പിടിച്ചിരുന്നു. ഒരു നിസ്സാര കാര്യത്തെ വലുതാക്കി പർവ്വതം പോലെ ആക്കണം. എന്നിട്ട് നിനക്കിങ്ങനെ കരഞ്ഞാ മതിയല്ലോ. പരിഹരിക്കാനായിട്ട് ഓടി നടക്കണേ ഞാനല്ലേ? ഒന്ന് വിളിക്കും മോളെ. സംസാരിച്ചു തീർക്കാവുന്ന കാര്യങ്ങൾ സംസാരിച്ചു തീർക്കൂ. ശരി, ഞാൻ വിളിക്കാം. കോളി ചെല്ലുമ്പോ മനസ്സിലെന്താ കരുതാന്നറിയോ? അവള് തോറ്റുവെന്ന്. നവീൻ അങ്ങനെയൊന്നും കരുതില്ല. കണ്ടോ, ഇത്രയും സമയം ഫോൺ റിങ് ചെയ്യാ, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? നവീൻ ഏത് സിറ്റുവേഷനിൽ ഇരിക്കാന്ന് നിനക്ക് അറിയില്ലല്ലോ. ചിലപ്പോ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഇപ്പൊ കട്ട് ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താ മമ്മി? വേറെ അർത്ഥങ്ങളൊന്നും നീ വ്യാഖ്യാനിച്ചുണ്ടാക്കണ്ട. ഞാനൊരു ഓഫീസ് മീറ്റിംഗിൽ ഇരിക്കുകയാണെങ്കിൽ നീ വിളിച്ചാൽ പോലും ഞാൻ അത് അറ്റൻഡ് ചെയ്യില്ല. അത്രമാത്രം ചിന്തിച്ചാ മതി. മമ്മിക്ക് ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാം. എന്റെ ടെൻഷൻ അറിഞ്ഞൂടാ. കരുതി കൂട്ടി തന്നെയാ, അതിലൊരു സംശയം വേണ്ട. സാറേ, അത് കഥമടാണോ? ആ, എടുത്തിട്ട് എന്താ സംസാരിക്കാന്നൊന്നും അറിയില്ല. പിന്നെ തിരിച്ചു വിളിക്കാം. അത് മതി സാറേ, അല്ലെങ്കിലേ സാറിന്റെ കയ്യിൽ നിന്ന് പോകും.
വാ. വരൂ. നവീൻ, ഇതാണ് എന്റെ പ്രോപ്പർട്ടി. സാറേ, നാട്ടിൻപുറമാണ്, നന്മറിഞ്ഞ മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ് എന്തു പറഞ്ഞാലും അത് കേട്ട് വെറുതെ തല കുലുക്കരുത് കേട്ടോ. ഇപ്പോഴേ സിറ്റിയിലേക്കാട്ടും കൂടുതൽ കള്ളം വേണം നാട്ടിൻപുറത്താ. തനിക്കിതിപ്പോ എങ്ങനെയെങ്കിലും മുടക്കണമല്ലേ? എന്താ നവീൻ, എനി ഇഷ്യൂസ്? ഏയ്, ഓഫീസിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതാ. അതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ, എന്നാ പിന്നെ നിങ്ങൾ നടന്ന് പ്രോപ്പർട്ടി കണ്ടോളൂ. 4 വശത്തും അതിൽ കല്ലിട്ടിട്ടുണ്ട്. പടം ആ, ഇറങ്ങ്. ഓക്കെ അല്ലേ? ആ, വാ. മോളിക്കുട്ടി, ആ, ആരാ അത്? മോളിക്കുട്ടി, എനിക്ക് നല്ല പേടിയുണ്ട്. ഹ, അനിയൻ സാറിന് വരെ നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. എന്നിട്ടല്ലേ നവീൻ. ആ, എന്തായാലും നിന്നെ ഇങ്ങനെ കണ്ട ആർക്കും മനസ്സിലാവില്ല. പിന്നെ ശബ്ദത്തിന്റെ കാര്യത്തില് ഒരു വ്യത്യാസം വരുത്തിയാ മതി. വേണോടെ, നമുക്ക് തിരിച്ചു പോയാലോ? എടി, നീ ഇങ്ങോട്ട് വന്നേ. എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? ഹ, വാ, നീ വാ. ആ, മോളിക്കുട്ടി, കൃഷ്ണ എവിടെ? ആ, കൃഷ്ണയല്ലേ നിക്കുന്നേ? സാറ് കണ്ടില്ലേ? അയ്യോ, ഇതെന്താ മോളെ? അത് സാറേ, ഇവൾക്ക് പെട്ടെന്നൊരു തലവേദന പോലെ. അതിന്റെ ഗുളിക വീട്ടിലിരിക്കുന്നേ, അതെടുക്കാനാ പോയത്. തലവേദന തുടങ്ങിയ പിന്നെ പിറകെ ജലദോഷമുണ്ട്. അതാ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നേ. പക്ഷെ മോള് പോയപ്പോ അങ്ങനല്ലല്ലോ മോളിക്കുട്ടി എന്നോട് പറഞ്ഞേ. വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ടെന്നല്ലേ? അല്ല, വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടെന്ന് ഞാനാ പറഞ്ഞേ. അതായിരിക്കും സാറിന് അങ്ങനെ ആ, തോന്നിയത്. ഇതിലാട്ടെ മോളെ. ദേ, പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നവരെ അവിടെ നിപ്പോട്ട്. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. എടീ, നീ ധൈര്യമായിട്ട് ചെല്ലേ, തിരിച്ചറിയില്ല. വാ.